Good morning, students. Today we are going to discuss about user-defined functions in C. This is one of the strength of C language, and it's very easy to define and use. The primary functions that we have seen in the C programs are main function, printf, and scanf. In this module, we are going to study how a function is designed and how a function is integrated into a program, how two or more programs, more functions are put together, and how they communicate with each other. Mainly, in C programming language, the functions are classified into two categories. What are they? Library functions and user-defined functions. Library functions means that are inbuilt function. At the time of creating the program itself, they are created and stored in the C program libraries. For example, sqrt, power. So all these functions are stored in which header file math.h. They are mathematics related functions. Printf and scanf are stored in stdio.h. So two functions, what are they? Library functions and user-defined functions. The main is an example of user-defined function. And printf and scanf belongs to library functions. So the main distinction between these two categories, ഈ രണ്ട് കാറ്റഗറിയും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈബ്രറി ഫങ്ഷൻസ് നമ്മൾ എഴുതേണ്ട കാര്യമില്ല, അത് ഓൾറെഡി സ്റ്റോർഡ് ആണ്. പക്ഷേ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഹാസ് ടു ബി ഡെവലപ്ഡ് ബൈ ദ യൂസർ അറ്റ് ദ ടൈം ഓഫ് റൈറ്റിംഗ് എ പ്രോഗ്രാം. വി ഹാവ് ടു റൈറ്റ് ഇറ്റ്, വി ഹാവ് ടു ഡു ദ കോഡ് ഫോർ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. അങ്ങനെ വൺസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സി പ്രോഗ്രാം ലൈബ്രറിയുടെ ഭാഗമായിട്ട് മാറും. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് സി programming language. What is that? Functions. And what is the use of user defined functions? That's what we are going to discuss now. As pointed out earlier, main is specially recognized function in C. Cയിലത്തെ specially recognized ചെയ്ത ഫംഗ്ഷനാണ് മെയിൻ. മെയിൻ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്നുമാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ ബിഗിൻ ചെയ്യുന്നത്. ഈവൻ ദോ നമ്മൾ മുകളിൽ കുറേ പ്രിപ്രൊസസർ ഡയറക്റ്റീവ്സും ഫംഗ്ഷൻ ഡിക്ലറേഷൻസ് ഒക്കെ എഴുതി വെച്ച് കഴിഞ്ഞാലും വേരിയബിൾസ് ഡിക്ലെയർ ചെയ്താലും പ്രോഗ്രാം എക്സിക്യൂഷൻ ബിഗിൻ ചെയ്യുന്നത് മെയിനിൽ നിന്നുമാണ്. സോ നമ്മൾ മെയിനിൽ തന്നെ എല്ലാതും എഴുതുകയാണ്. ഒറ്റ ഒരു ഫംഗ്ഷൻ മെയിനാണുള്ളൂ, മെയിനിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം കോഡും എഴുതുമ്പോൾ ദാറ്റ് ടൈപ്പ് ഓഫ് എ പ്രോഗ്രാം become too large and complex. As a result, the task of debugging, testing and maintaining it's everything become difficult. അപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് മാറും എല്ലാം അതും ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ തന്നെ എഴുതുമ്പോൾ. അപ്പോഴാണ് പുതിയൊരു കോൺസെപ്റ്റ് വന്നത്. എന്താണ്? ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് മാതിരി. അതായത് നമ്മൾ എന്തിനെ ഒരു പ്രോബ്ലത്തിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുകയാണ്, എന്നിട്ട് അവരെന്നെ എന്ത് ചെയ്യാണ്? ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഒരു എൻറ്റയർ പ്രോഗ്രാം ഉണ്ടാക്കുകയാണ്. That means the program is divided into function parts, then each part may independently coded and later combined to a single unit. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നു, അവരെന്നെ സെപ്പറേറ്റഡ്ലി കോഡ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്ത് വെക്കുന്നു. സോ ദ ഇൻഡിപെൻഡൻ്റ്ലി കോഡഡ് പ്രോഗ്രാംസിനെ എന്ത് നമ്മൾ വിളിക്കും? സബ് പ്രോഗ്രാംസ് എന്ന് പറയും. അപ്പോൾ ആ സബ് പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഇന്ന ഫംഗ്ഷൻ ഉള്ളതാണ്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ കമ്പനീസിലൊക്കെ വലിയ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിനവർ ചെറിയ കുറേ മോഡ്യൂൾസാക്കി മാറ്റിയിട്ട് ഓരോരോ പ്രൊജക്റ്റ് ടീമിനും ഓരോ മോഡ്യൂൾസ് കൊടുക്കും. അവർക്ക് ആ ഒരു ഏരിയ മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ, ക്യാഷ് ഫിനാൻസിൻ്റെ ഭാഗങ്ങളാണെങ്കിൽ അവരത് ചെയ്യും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സെക്ഷൻ കൊടുത്തിട്ട് ഈ മോഡ്യൂൾസൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് എൻ്റയർ പ്രോഗ്രാംസാക്കി മാറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെ സബ് പ്രോഗ്രാംസിനെ നമ്മൾ എന്ത് പറയും? ഫങ്ഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ ഇതിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആർ ടൈംസ് വെൻ സർട്ടൻ ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ഓർ കോർ കാൽക്കുലേഷൻസ് ആർ റിപ്പീറ്റഡ് അറ്റ് മെനി പോയിൻറ്റ്സ് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം. പ്രോഗ്രാമിൻ്റെ പലയിടത്തും ഒരേ ടൈപ്പുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും ആവശ്യം വരുന്നുണ്ടായിരിക്കും. അപ്പോഴൊക്കെ കോഡ് എഴുതി വെക്കുക എന്ന് പറയുമ്പോൾ അത് പ്രോഗ്രാമിൻ്റെ ലെങ്ത്ത് കൂട്ടും, കോംപ്ലക്സിറ്റി കൂട്ടും, അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാവില്ല. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രോഗ്രാം കോഡ് ചെയ്തപ്പോൾ അതിൻ്റെ പലയിടത്തും ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ കാണണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ എപ്പോഴൊക്കെയാണോ നമുക്കതങ്ങനെ കാണേണ്ടത് അതിന് ആ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി. ഫാക്ടോറിയൽ കണ്ടിട്ട് ഫംഗ്ഷൻ വാല്യൂ റിട്ടേൺ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദ ഫംഗ്ഷൻ കോൾ ചെയ്തു, അതുപോലെ വാല്യൂ റിട്ടേൺ ചെയ്തു, നമ്മുടെ ടൈമും സ്പേസും സേവ് ചെയ്യാൻ പറ്റും. So this division approaches clearly results in number of advantages. കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഇതൊരു ടോപ്പ് ഡൗൺ മോഡുലാർ പ്രോഗ്രാമിംഗ് ആണ് ഇത് കാണിക്കുന്നത്. അതായത് എന്താണ്? ഒരു മെയിൻ ആയിട്ടുള്ള ഇഷ്യൂവിനെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആക്കി മാറ്റുകയാണ്.
ടോപ്പ് ഡൗൺ മോഡുലാർ പ്രോഗ്രാമിംഗ് ഈ സ്റ്റൈല് ഹയർ ആയിട്ടുള്ള ഒരു ലോജിക്കിനെ ഫസ്റ്റ് എന്താക്കി മാറ്റുന്നു, ചെറിയ ചെറിയ പ്രോബ്ലംസ് ആക്കി മാറ്റുന്നു, അതിനെ സോൾവ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ദ ലെങ്ത് ഓഫ് ദ സോഴ്സ് കോഡ് ക്യാൻ ബി റെഡ്യൂസ്ഡ് യൂസിങ് ഫങ്ഷൻസ് അറ്റ് അപ്രോപ്രിയേറ്റ് പ്ലേസസ്. നമ്മൾ അപ്രോപ്രിയേറ്റ് പ്ലേസസിൽ എന്ത് ചെയ്യുകയാണ്, ഈ ഫങ്ഷൻസിന് വിളിക്കുകയാണ്. അപ്പോൾ എപ്പോഴൊക്കെ ആവശ്യമുള്ളത് അപ്പോഴൊക്കെ ഫങ്ഷൻസിന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത് ഒന്ന് കുറയും. ദിസ് ഫാക്ടർ ഈസ് പർട്ടിക്കുലർലി ക്രിട്ടിക്കൽ വിത്ത് മൈക്രോ, അതായത് മെമ്മറി സ്പേസ് കുറവുള്ള കമ്പ്യൂട്ടേഴ്സിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ്. ആൻഡ് ഇറ്റ്സ് ഈസി ടു ലൊക്കേറ്റ് ആൻഡ് ഐസൊലേറ്റ് ഫാക്കൽറ്റി ഫങ്ഷൻ. നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റിഗേഷനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും ഈസിയാണ്. ഇനി ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി വെച്ചെങ്കിൽ പല വേറൊരു പ്രോഗ്രാംസിലും ഈ ഫംഗ്ഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഫംഗ്ഷനെ ഗ്ലോബലി ഡിക്ലെയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഇതിനുണ്ട്. സോ ഇങ്ങനത്തെ എളുപ്പമുള്ള ഡയഗ്രാംസൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡയഗ്രാംസൊക്കെ എഴുതി തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ മാർക്ക് വീഴാനുള്ള സാധ്യത ഉണ്ട്. സോ ടോപ്പ് ഡൗൺ മോഡുലാർ പ്രോഗ്രാമിംഗ് യൂസിങ് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, മെയിൻ പ്രോഗ്രാമിനെ ഫംഗ്ഷൻ എ ബി സി ആക്കി അതിനെ ഫർദറായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ടോപ്പ് ഡൗൺ കണ്ടോ, വലിയൊരു ഇഷ്യൂവിനെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആക്കി അതിനെ വീണ്ടും ഫർദർ ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതിനെയാണ്, ഈ ഒരു അപ്രോച്ചിനെയാണ് ടോപ്പ് ഡൗൺ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ആൻഡ് മൾട്ടി ഫങ്ഷൻ പ്രോഗ്രാം, പേര് പോലെ തന്നെ ഒരു പ്രോഗ്രാമിലെ ഒരു ഫംഗ്ഷനല്ല ഒന്നിലധികം ഫങ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഒരു ഫംഗ്ഷൻ പറയുമ്പോൾ ഒരു സെൽഫ് കണ്ടെയ്ൻഡ് ബ്ലോക്ക് ഓഫ് ഡാറ്റ ദാറ്റ് പെർഫോംസ് എ പർട്ടിക്കുലർ ടാസ്ക്. ഒരു പർട്ടിക്കുലർ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സെൽഫ് കണ്ടെയ്ൻഡ് ബ്ലോക്ക് ഓഫ് ഡാറ്റ, അതിൽ കുറച്ച് ഡാറ്റ ഉണ്ടാകും, അതൊരു പർട്ടിക്കുലർ വർക്ക് ചെയ്യും. അതിനെയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ നമ്മൾ ഡിസൈൻ ചെയ്ത് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ബ്ലാക്ക് ബോക്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് അതൊരു ഡാറ്റ എടുക്കുന്നു, അത് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ചില ഫങ്ഷൻസ് ആണെങ്കിൽ വാല്യൂ റിട്ടേൺ ചെയ്യില്ല. 4 കാറ്റഗറീസ് നമ്മൾ പ്രോഗ്രാംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇൻ ദിസ് മോഡ്യൂൾ വി വിൽ എക്സ്പ്ലെയിൻ ദാറ്റ് തിയററ്റിക്കലി. അപ്പോൾ ബ്ലാക്ക് ബോക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അങ്ങനെ സി പ്രോഗ്രാം ക്യാൻ ബി ഡിസൈൻഡ് യൂസിങ് എ കളക്ഷൻ ഓഫ് ദീസ് ബ്ലാക്ക് ബോക്സ്. ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ബോക്സിൻ്റെ ഒരു കളക്ഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സി പ്രോഗ്രാമിന് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഈ ബ്ലാക്ക് ബോക്സ് ആണ് ഫങ്ഷൻസ്. അപ്പോൾ ഫങ്ഷൻസ് ഒരു ഫങ്ഷനല്ല ഒന്നിലധികം ഫങ്ഷൻസ് വെച്ചിട്ട് നമുക്ക് സി പ്രോഗ്രാം ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തുണ്ടാവും, ആ പ്രോഗ്രാമിൽ മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക, ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു സീ നൗ. സോ ഹിയർ ദിസ് ഈസ് എ പ്രോഗ്രാം പ്രിൻറ്റ് ലൈൻ. എന്താ മനസ്സിലാവുന്നത്, ഈ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, ഒന്നും പാസ് ചെയ്യുന്നില്ല. ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് 1 മുതൽ 40 വരെ. ദാറ്റ് മീൻസ് 39 ടൈംസ് ഈ ലൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ പ്രിൻറ്റ് ചെയ്യുന്നത്, ഒരു വരാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. സോ 13 ലൈൻ ഇങ്ങനെ ലൈൻസ് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, മൊത്തത്തിൽ ഒരു ലൈനേ ഉണ്ടാവും. ഓക്കെ, മൊത്തത്തിൽ ഒരു ലൈൻ ഉണ്ടാവും. അപ്പോൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഫംഗ്ഷൻ ഞാൻ അവിടെ ഇതാണ് അതിൻ്റെ ഒരു ഫുൾ പ്രോഗ്രാം. ഫസ്റ്റ് ഞാനിവിടെ എന്ത് ചെയ്തു, ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് 3 മെയിൻ പാർട്സ് ഉണ്ടായിരുന്നു. ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഫസ്റ്റ്, പിന്നെ മെയിൻ്റെ ഉള്ളിൽ കോൾ ചെയ്ത ഉടൻ തന്നെ ഇവിടേക്ക് പോവും, ഡെഫിനിഷനിലേക്ക് പോയിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ലൈൻ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ഇല്ല, നമ്മളിപ്പോൾ റിട്ടേൺ ഒന്നും ചെയ്യാത്തത് കൊണ്ട് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. അപ്പോൾ എന്താണ് റിട്ടേൺ ആയിട്ട് വർക്ക് ചെയ്യുക, ഈ ഒരു ബ്രേസ് റിട്ടേൺ ചെയ്യണമെന്ന് പറയും. സോ എവിടെ നിന്നാണോ വിളിച്ചത് അവിടേക്ക് തന്നെ എത്തും. അത് എത്തിയിട്ട് അടുത്ത ലൈനാണ് ദിസ് ഇല്ലസ്ട്രേറ്റ്സ് ദ യൂസ് ഓഫ് സി ഫംഗ്ഷൻ. അപ്പോൾ അതിവിടെ പ്രിൻറ്റ് ചെയ്യും, ദിസ് ഇല്ലസ്ട്രേറ്റ്സ് ദ യൂസ് ഓഫ് സി ഫംഗ്ഷൻ. നെക്സ്റ്റ് എന്താണ്, പ്രിൻറ്റ് ലൈനാണ്. പ്രിൻറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ വീണ്ടും ഇതേ ഫംഗ്ഷനെ വിളിക്കുക. കൺട്രോൾ ഇവിടെ വന്നു, വീണ്ടും ഒരു ലൈൻ പ്രിൻറ്റ് ചെയ്തു, ഇവിടെ നിന്നും കൺട്രോൾ ഇവിടേക്ക് തിരിച്ചെത്തി. വേറെ ലൈനൊന്നും എക്സിക്യൂട്ട് ചെയ്യാനില്ല, പ്രോഗ്രാം കഴിഞ്ഞു. സോ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവും, ദിസ് ഈസ് അവർ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാവും, ഇതാ ഒരു 2 ലൈൻ വന്നു ഉള്ളിലെ, ദിസ് ഇല്ലസ്ട്രേറ്റ്സ് ദ യൂസ് ഓഫ് സി ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ മുകളിൽ കാണിച്ചു തന്നിട്ടുള്ള പ്രോഗ്രാമിൽ എത്ര യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ഉണ്ട്, മെയിനും ഉണ്ട് പ്രിൻറ്റ് ലൈനും ഉണ്ട്. പ്രോഗ്രാം എക്സിക്യൂഷൻ മെയിൻ എന്നാണ് തുടങ്ങുകയെന്ന് നമുക്കറിയാം. അപ്പോൾ മെയിൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ലൈനാണ്. അപ്പോൾ എന്ത് ചെയ്തു, അവിടേക്ക് കൺട്രോൾ പോയി, അത് എക്സിക്യൂട്ട് ചെയ്തു, തിരിച്ചു വന്നു. അതിനുശേഷം ഈ ഒരു ലൈൻ പ്രിൻറ്റ് ചെയ്തു, വീണ്ടും ആ ഫംഗ്ഷൻ വിളിച്ചപ്പോൾ അവിടേക്ക് പോയി, ഈ ലൈൻ പ്രിൻറ്റ് ചെയ്തു, തിരിച്ചു വന്നു. ദിസ് ഈസ് വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ രണ്ട് പ്രാവശ്യം ഇവിടെ പ്രിൻറ്റ് ലൈനെ വിളിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫംഗ്ഷൻ ഉപയോഗിക്കണില്ല എന്നുണ്ട്, നമുക്ക് പ്രിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു കോഡ്
ഈ ഒരു പ്ലേസിൽ എഴുതേണ്ടി വരും. ഇതേ കോഡ് തന്നെ ഈ പ്ലേസിലും എഴുതേണ്ടി വരും. പ്രോഗ്രാമിൻ്റെ ലെങ്ത്ത് കൂടിയില്ലേ? ഇപ്പോൾ ഇത് ഭയങ്കര ബ്രീഫായിട്ടാണ് പ്രോഗ്രാം എഴുതിയിട്ടുള്ളത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷൻ 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഒരു ലൈൻ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കുറേ ഗുണങ്ങൾ ഇതിനുണ്ട്. ഇനി എനി ഫംഗ്ഷൻ ക്യാൻ കോൾ എനി അതർ ഫംഗ്ഷൻ. ഇവിടെ കുറേയധികം ഗുണങ്ങളുണ്ട്. ഒരു ഫംഗ്ഷനെ വേറൊരു ഫംഗ്ഷനെ വിളിക്കാം. ആ ഫംഗ്ഷനെ സ്വയം വിളിക്കാൻ പറ്റും. ഇനി അത് കഴിഞ്ഞാൽ എ കോൾഡ് ഫംഗ്ഷൻ ക്യാൻ ഓൾസോ കോൾ. നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്ത് ഒരു സ്ഥലത്തെത്തി, അവിടുന്ന് നമുക്ക് വേറൊരു ഫംഗ്ഷനെ വിളിക്കാം. പിന്നെ ഒരു ഫംഗ്ഷനെ തന്നെ ഒന്നിലധികം പ്രാവശ്യം വിളിക്കാം. അപ്പോൾ അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ അവർ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഫ്ലോ ഓഫ് കൺട്രോൾ ഇൻ മൾട്ടി ഫംഗ്ഷൻ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ ഒന്നിലധികം ഫംഗ്ഷൻസ് ഉണ്ട് വിചാരിക്കുക, അതിൻ്റെ കൺട്രോൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ക്യാൻ ബി പ്ലേസ്ഡ്. നമുക്ക് ഫംഗ്ഷനെ ഏത് ഓർഡറിലും വെക്കാം, അതിനും റെസ്ട്രിക്ഷൻ ഇല്ല. കോൾഡ് ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മൾ ഈ ഒരു മെയിൻ എടുക്കുകയാണ്, മെയിൻ എടുത്തു, ഇവിടെ നിന്ന് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് വന്നു, ഇവിടെ എത്തിയപ്പോൾ എന്താണ്, ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തു. ഫംഗ്ഷനെ കോൾ ചെയ്താൽ ഉടൻ തന്നെ എവിടേക്ക് പോവും? ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ പാർട്ടിലേക്ക് പോവും. ഓക്കെ, ഫംഗ്ഷൻ ഡെഫിനിഷൻ പാർട്ടിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ പാർട്ട്. ഇതിലിപ്പോൾ ഒരു എറർ ഉണ്ട്, ഫംഗ്ഷൻ ഡെഫിനിഷനിൽ സെമിക്കോളൻ ഇടാൻ പാടില്ല. അപ്പോൾ ഇത് തെറ്റാണ്, പ്രിൻറ്റ് മിസ്റ്റേക്കാണ്. ഫംഗ്ഷൻ ഡെഫിനിഷൻ കഴിഞ്ഞ് ഇത് ഫുൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എവിടെ നിന്നാണോ വിളിച്ചത് അവിടേക്ക് തന്നെ പോവും. നോക്കിക്കഴിഞ്ഞാൽ ഫംഗ്ഷൻ 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് വിളിച്ചിട്ട് ഇവിടേക്ക് തന്നെ പോവും. ഇത് കഴിഞ്ഞാൽ വീണ്ടും ഇത് താഴേക്ക് വന്ന ശേഷം ഫംഗ്ഷൻ 2നെ വിളിക്കുകയാണ്. 2നെ വിളിക്കുമ്പോൾ നേരെ കൺട്രോൾ എങ്ങോട്ട് പോവും? ഫംഗ്ഷൻ 2ൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോകും. ഇവിടെ സെമിക്കോളൻ ഉണ്ട്, ഇതിടാൻ പാടില്ല. ഫംഗ്ഷൻ 2 എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഫംഗ്ഷൻ 2 ആരെ വിളിക്കുകയാണ്? ഫംഗ്ഷൻ 3നെ വിളിക്കുന്നുണ്ട്. സോ അതവിടെ പകുതി എത്തിയിട്ട് എങ്ങോട്ട് പോയി? ഫംഗ്ഷൻ 3യുടെ ഡെഫിനിഷനിലേക്ക് പോയി. ഇവിടെ സെമിക്കോളൻ പാടില്ല. അങ്ങനെ ഫംഗ്ഷൻ 3 ഫുൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ 3 എവിടെയാണോ വിളിച്ചത് അവിടേക്കാണ് പോകുന്നത്. കണ്ടോ? അപ്പോൾ ഫംഗ്ഷൻ 2ൽ ബാക്കി കുറച്ചും കൂടി എക്സിക്യൂട്ട് ചെയ്യാണ്ട്, അതും കൂടി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫംഗ്ഷൻ 2 എവിടേക്ക് വിളിച്ചോ അവിടേക്ക് തന്നെ പോവുകയാണ്. സോ ഫംഗ്ഷൻ 2 ഇങ്ങനെ വിളിച്ച സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഫംഗ്ഷൻ 2 വിളിച്ചത്. സോ ഇത് രണ്ടും ഇവിടം വരെ എത്തിയിട്ടുള്ളൂ മെയിനിൽ. ഇപ്പോൾ എന്തൊക്കെ എക്സിക്യൂട്ട് ചെയ്തു? ഫംഗ്ഷൻ 1 എക്സിക്യൂട്ട് ചെയ്തു, തിരിച്ചു വന്നു, ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു. ഫംഗ്ഷൻ 2ലേക്ക് വന്നപ്പോൾ അവിടെ ഫംഗ്ഷൻ 3 വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് 3ലേക്ക് പോയി, 3 എക്സിക്യൂട്ട് ചെയ്ത ശേഷം തിരിച്ച് 2ലേക്ക് വന്നു, 2ൻ്റെ ബാക്കി എക്സിക്യൂട്ട് ചെയ്യാനുണ്ട്, അതും കഴിഞ്ഞ ശേഷം തിരിച്ച് ഇവിടേക്ക് എത്തി. ഇനി എന്ത് ചെയ്തു? ഇവിടെ റിമൈൻഡ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്ത ശേഷം വീണ്ടും ഫംഗ്ഷൻ 1നെ തന്നെ വിളിക്കുക. അപ്പോൾ എന്ത് ചെയ്തു? ഫംഗ്ഷൻ 1ൻ്റെ അടുത്തേക്ക് പോയി എക്സിക്യൂട്ട് ചെയ്തു, ഇവിടുന്ന് ഇങ്ങോട്ട് നേരെ തിരിച്ചു വന്നു, റിമൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് കഴിഞ്ഞു, പ്രോഗ്രാം കഴിഞ്ഞു. സോ ഇങ്ങനെയാണ് എന്ത് ഉണ്ടാവുന്നത്? ഫ്ലോ ഓഫ് കൺട്രോൾ ഓഫ് മൾട്ടി ഫങ്ഷൻസ് ഇൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ മൾട്ടി ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലോ ഓഫ് കൺട്രോൾ ഇങ്ങനെയാണ് വരുന്നത്. ക്ലിയർ ആയോ? സോ ഇവിടെ പറഞ്ഞിരുന്നു ദ ഫങ്ഷൻസ് എന്ത് ഓർഡറിലും ചെയ്യാം. എ കോൾഡ് ഫംഗ്ഷൻ ക്യാൻ ബി പ്ലേസ്ഡ് ഐദർ ബിഫോർ ഓർ ആഫ്റ്റർ കോളിംഗ് ഫംഗ്ഷൻ. ഇറ്റ് ഈസ് എ യൂഷ്വൽ പ്രാക്ടീസ് ടു പുട്ട് ഓൾ കോൾഡ് ഫങ്ഷൻസ് അറ്റ് ദ എൻഡ്. ലാസ്റ്റ് നമ്മൾ എല്ലാ ഡെഫിനിഷൻ പാർട്ടും താഴെ കൊണ്ടുപോയി വെക്കുന്നതിൻ്റെ അർത്ഥം നമുക്കൊരു മോഡുലാർ പ്രോഗ്രാമിംഗ് പോലെ കാണാനാണ്. ഇപ്പോൾ നോക്കി നോക്കൂ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങനെ വിളിക്കുന്നതിനെ എന്തെന്ന് പറയുന്നു? കോളിംഗ് ഫംഗ്ഷൻ എന്നാണ് പറയുക. എന്താണ്? കോളിംഗ് ഫംഗ്ഷൻ. ഈ പേര് നോട്ട് ചെയ്യണം. വിളിക്കുമ്പോൾ കൺട്രോൾ നേരെ ഡെഫിനിഷൻ പാർട്ടിലേക്കല്ലേ പോവുക. ഇതിനെ പറയുന്ന പേരാണ് കോൾഡ് ഫംഗ്ഷൻ, വിളിച്ച ഫംഗ്ഷൻ. ഓക്കെ, കോളിംഗ് ഫംഗ്ഷനും കോൾഡ് ഫംഗ്ഷനും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്തു, അതിനെ കോളിംഗ് ഫംഗ്ഷൻ എന്നും, നമ്മൾ അവിടുന്ന് വിളിച്ചപ്പോൾ നേരെ ഇവിടേക്കല്ലേ കൺട്രോൾ വന്നത്, ഡെഫിനിഷൻ പാർട്ടിലേക്ക് കൺട്രോൾ വന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോൾഡ് ഫംഗ്ഷൻ എന്നും പറയുന്നത്.
വാട്ട് ഈസ് മീൻ ബൈ മോഡുലാർ പ്രോഗ്രാമിംഗ്? സിയുടെ മെയിൻ ആയിട്ടുള്ളൊരു ബെനിഫിറ്റാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് ഈസ് എ സ്ട്രാറ്റജി അപ്ലൈ ടു ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഫ്റ്റ്വെയർ സിസ്റ്റം ഡിസൈൻ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇതിൽ ലാർജ് പ്രോഗ്രാംസിനെ സ്മോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാം സെഗ്മെൻറ്റ്സ് ആക്കി മാറ്റുന്നു. അതിനെയാണ് നമ്മൾ മോഡ്യൂൾസ് എന്ന് പറയുന്നത്. അത് സെപ്പറേറ്റ്ലി നെയിംഡ്, അപ്പോൾ ആൻഡ് ഇൻഡിവിജ്വലി കോളബിൾ, അതിനെ സെപ്പറേറ്റ്ലി വിളിക്കാൻ പറ്റുന്ന ഒരു കോളബിൾ ആയിട്ടുള്ള പ്രോഗ്രാം യൂണിറ്റ്സ് ആണ്. എന്നിട്ട് ഈ മോഡ്യൂൾസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ഉണ്ടാക്കുന്നു. അത് നമ്മുടെ എല്ലാ റിക്വയർമെൻറ്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഈ ഒരു അപ്രോച്ചിനെ ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച് ടു പ്രോബ്ലം സോൾവിങ് എന്നാണ് പറയുന്നത്. So modules are identified, designed such a way that they organize to top-down hierarchical structure. അങ്ങനെ വേണം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഈച്ച് മോഡ്യൂൾ ഷുഡ് ഓൺലി, ഓരോ മോഡ്യൂളും ഓരോ വർക്കാണ് ചെയ്യുക. ഇനി മോഡ്യൂളുകളെ എങ്ങനെ വിളിക്കുക? ജസ്റ്റ് അവരെ കോൾ ചെയ്താൽ മാത്രമാണ് നമുക്കവർ വിളിക്കാൻ പറ്റുള്ളൂ. ഇനി എ മോഡ്യൂൾ ക്യാൻ ബി കോൾഡ് ബൈ വൺ ആൻഡ് ഓൺലി വൺ ഹയർ മോഡ്യൂൾ. ഇപ്പോൾ മോഡ്യൂളിനെ നമുക്ക് ഇപ്പോൾ അറ്റ് എ ടൈം വിളിച്ചു, അങ്ങനെ ഒരു മോഡ്യൂൾ കൊണ്ടാണ് ഒരാളെ വിളിക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഫംഗ്ഷൻ 1 ഫംഗ്ഷൻ 2 വിളിച്ചു, 2ൻ്റെ ഉള്ളിൽ 3 വിളിച്ചു, അങ്ങനെ വേണം ചെയ്യാൻ. ഇനി ഇവർ തമ്മിൽ, ഈ രണ്ട് മോഡ്യൂൾസ് തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഓക്കെ, ഓൾ മോഡ്യൂൾസ് ആർ ഡിസൈൻഡ് ആസ് എ സിംഗിൾ എൻട്രി ആൻഡ് സിംഗിൾ എക്സിറ്റ് സിസ്റ്റംസ് യൂസിങ് കൺട്രോൾ സ്ട്രക്ചേഴ്സ്. ഒരു എൻട്രിയും ഒരു എക്സിറ്റും മാത്രമേ ഉള്ളൂ. ദിസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ എലമെൻറ്റ്സ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിൻ്റെ എലമെൻറ്റ്സ് എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് ആണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡാറ്റ ടൈപ്സ് ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, അതൊക്കെ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സിന് എക്സാമ്പിളാണ്. ഫങ്ഷൻസിന് ഏത് കാറ്റഗറിയിൽ പെടും? ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സിൽ പെടും. അതുകൊണ്ട് തന്നെ ഫങ്ഷൻസ് വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻറ്റ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഒരു വേരിയബിളാണ്. അപ്പോൾ ഇതൊരു ആ എക്സിനെ ഐഡൻറ്റിഫയർ എന്ന് പറയുക, മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വേരിയബിൾ, അതിന് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയും. അപ്പോൾ ഐഡൻറ്റിഫയേഴ്സിന് കുറച്ച് റൂളുണ്ട്. അത് ഫസ്റ്റ് മോഡ്യൂൾസിലാണ്, ആ സമയത്ത് നിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ ഒരു റൂൾസ് നമ്മൾ എന്ത് ചെയ്യണം? ഫങ്ഷൻ്റെ പേര് കൊടുക്കുമ്പോഴും നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫങ്ഷൻസും വേരിയബിൾസും തമ്മിൽ നല്ല റിലേഷൻ ഉണ്ട്. അതാണ് അവർ പറയുന്നത്. ഫങ്ഷൻ്റെ പേര് എഴുതുമ്പോഴും വേരിയബിളിൻ്റെ പേര് എഴുതുമ്പോഴും അതൊക്കെ ഐഡൻറ്റിഫയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സിയിൽ. അതായത് ഒരു ഫങ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആളാണ് ഫങ്ഷൻ നെയിം, വേരിയബിൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയബിൾ നെയിം. സോ വേരിയബിൾ നെയിം എഴുതുമ്പോഴും ഫങ്ഷൻ നെയിം എഴുതുമ്പോഴും കുറച്ച് റൂൾസ് ഉണ്ട്, ആ റൂൾസ് കീപ്പ് ചെയ്യണം. ഇനി വേരിയബിൾസ് പോലെ തന്നെ എന്ത് ചെയ്യണം? ഫങ്ഷൻസിനും എന്തുണ്ട്? ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഇൻറ്റ് എക്സ് എന്ന് പറയും. അപ്പോൾ എക്സിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താ? ഇൻറ്റിജറാണ്. അതുമാതിരി ഫങ്ഷൻസ് എന്താ റിട്ടേൺ ചെയ്യണത്? ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് വോയിഡ്, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അത് സ്പെസിഫൈ ചെയ്യണം. ഈ ഫങ്ഷൻ നെയിംസും ടൈപ്സും ഡിക്ലെയർ ആൻഡ് ഡിഫൈൻഡ് ബിഫോർ ദേ യൂസ്ഡ് ഇൻ എ പ്രോഗ്രാം. നമ്മളത് പ്രോഗ്രാമിൽ യൂസ് ചെയ്യണേക്കാൾ മുന്നേ അതിനെ ഡിക്ലെയർ ചെയ്യണം. അതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ ഓപ്ഷണൽ ആണോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം തന്നെ ഡെഫിനിഷൻ കൊണ്ട് എഴുതുകയാണെങ്കിൽ യു ക്യാൻ അവോയ്ഡ് വാട്ട് ഫങ്ഷൻ ഡിക്ലറേഷൻ അവോയ്ഡ് ചെയ്യാനും പറ്റും. ഇപ്പം ഇങ്ങനെ മനസ്സിലാക്കുക, നമ്മളത് യൂസ് ചെയ്യണേക്കാൾ മുന്നേ എന്തും ഡിക്ലെയർ ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. ഇനി മെയിനായിട്ടൊരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷനെ ഉപയോഗിക്കുമ്പോൾ അവിടെ 3 എലമെൻറ്റ്സ് ആണുള്ളത്. വാട്ട് ആർ ദി? ഫങ്ഷൻ ഡെഫിനിഷൻ, കോൾ ആൻഡ് ഡിക്ലറേഷൻ. ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ മെയിൻ 3 പാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഡെഫിനിഷൻ, കോൾ ആൻഡ് ഡിക്ലറേഷൻ. ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാം മോഡ്യൂൾ, അതിലാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാതും എഴുതുന്നത്. ഈ കോൾ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി ആ ഒരു ഫങ്ഷനെ വിളിച്ചാൽ മാത്രമാണ് കൺട്രോൾ ആ ഡെഫിനിഷൻ പാർട്ടിലേക്ക് പോവുള്ളൂ. അങ്ങനെ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോളിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത്. കോളിംഗ് ഫങ്ഷൻ അല്ലെങ്കിൽ കോളിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത്. വിളിക്കുമ്പോൾ ഡെഫിനിഷനിലേക്കല്ലേ പോവുക. ആ ഡെഫിനിഷൻ എന്ത് പറയും? കോൾഡ് ഫങ്ഷൻ എന്ന് പറയും. പിന്നെ ഉള്ളത് ഫങ്ഷൻ ഡിക്ലറേഷൻ. ഡിക്ലറേഷൻ്റെ വേറൊരു പേരാണ് ഫങ്ഷൻ
പ്രോട്ടോടൈപ്പ്. അത് ഇന്ന ഫങ്ഷൻ ഈ ഒരു സി പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കമ്പൈലറോട് നമ്മൾ ഇൻഫോം ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ അതിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ദെൻ ദ ഫസ്റ്റ് വൺ ഈസ് ഡെഫിനിഷൻ ഓഫ് ഫങ്ഷൻ. ഒരു ഫങ്ഷനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളത് ഡെഫിനിഷൻ പാർട്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതിന് വേറൊരു പേരാണ് ഫങ്ഷൻ ഇംപ്ലിമെൻറ്റേഷൻ. സോ ഫങ്ഷൻ ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഫങ്ഷൻ ഡെഫിനിഷനിൽ മെയിനായിട്ട് 6 എലമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് ഫങ്ഷൻ നെയിം, ഫങ്ഷൻ്റെ ടൈപ്പ്, ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ്. ഈ 3 എണ്ണത്തിനും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഫങ്ഷൻ ഹെഡറായിട്ട് മാറും. എന്തൊക്കെയാണ്? ഫങ്ഷൻ്റെ നെയിം, റിട്ടേൺ ടൈപ്പ്, ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ്, എന്തൊക്കെ പാരാമീറ്റർ അത് പാസ് ചെയ്യുന്നത് എന്നുള്ളത്. ബാക്കി 3 എലമെൻറ്റ്സിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫങ്ഷൻ്റെ ബോഡി ആയിട്ട് മാറും. ബോഡിയിൽ എന്തൊക്കെയാണ് വരിക? ആ ഫങ്ഷൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ലോക്കൽ വേരിയബിൾസ്, ഫങ്ഷൻ്റെ ഉള്ളിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഇത്രയും ടോട്ടൽ 6 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് 3 എലമെൻറ്റ്സ് ഫങ്ഷൻ ഹെഡറിലും ബാക്കി 3 എലമെൻറ്റ്സ് ഫങ്ഷൻ ബോഡിയിലും ആണ് വരുന്നത്. ആൻഡ് സ്റ്റഡി ദ സിൻടാക്സ്. ദിസ് ഈസ് ദി ജനറൽ ഫോർമാറ്റ് ഓഫ് ഫങ്ഷൻ ഡെഫിനിഷൻ. എങ്ങനെ വേണം എഴുതാൻ? ഫങ്ഷൻ റിട്ടേൺ ടൈപ്പ്, ഫങ്ഷൻ നെയിം, പാരാമീറ്റർ ലിസ്റ്റ്. ഇതിനുള്ളിൽ എന്തൊക്കെ വരും? ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ, എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇപ്പോൾ ടോട്ടൽ എത്രയായി? 6 എലമെൻറ്റ്സ് ആയില്ലേ? ഇനി ഫങ്ഷൻ ഹെഡർ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഡെഫിനിഷൻ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെമി കോളൻ ഇടരുത്. ഈ ഫങ്ഷൻ്റെ പേര്, റിട്ടേൺ ടൈപ്പ് എന്താവാം? ക്യാർ ആവാം, ഫ്ലോട്ട് ആവാം, ഡബിൾ ആവാം. എന്താണ് ആ ഫങ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് അതാണ് റിട്ടേൺ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? വോയിഡ് എന്ന് എഴുതണം. ഈ ഫങ്ഷൻ്റെ നെയിം എന്ന് പറയുന്നത് വേരിയബിൾ നെയിം മാതിരി റൂൾസൊക്കെ ഒബേ ചെയ്തിട്ട് ഐഡൻറ്റിഫയർ ആണ്, അങ്ങനെ വേണം പേര് കൊടുക്കാൻ. ഇനി ഫങ്ഷൻ ഡെഫിനിഷനിലെ പാരാമീറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഫോർമൽ പാരാമീറ്റർ ലിസ്റ്റ്. എന്താണ് ഫോർമൽ പാരാമീറ്റർ ലിസ്റ്റ്? അപ്പോൾ നമ്മൾ ഒരു ഫങ്ഷനെ കോൾ ചെയ്തു, അപ്പോൾ നേരെ ഡെഫിനിഷനിലേക്ക് കൺട്രോൾ വന്നു. അവിടുത്തെ പാരാമീറ്ററിനെ ഫോർമൽ പാരാമീറ്റർ എന്നാണ് പറയുന്നത്. ഫോർമൽ എന്ന് പറയാൻ കാരണമുണ്ട്. നമ്മൾ ഫങ്ഷനെ കോൾ ചെയ്യില്ലേ, കോൾ ചെയ്യുമ്പോൾ അവിടെ ആക്ച്വൽ പാരാമീറ്റേഴ്സാണ് പാസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്താ പറയുക, ഫാക്ടോറിയൽ കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഫാക്ട് എൻ എന്ന് പറഞ്ഞിട്ട് അയക്കും. ആ എന്നിൻ്റെ 3യുടെ ഫാക്ടോറിയലാണെങ്കിൽ 3. അപ്പോൾ പാസ് ചെയ്യുന്നത് അപ്പോൾ വിളിക്കുന്ന പാരാമീറ്ററിനെ ആക്ച്വൽ പാരാമീറ്റർ എന്നാണ് പറയുക. അപ്പം നേരെ ഡെഫിനിഷൻ പാർട്ടിലേക്ക് എത്തും. അവിടെ എത്തുന്ന പാരാമീറ്ററിന് എന്തെന്ന് പറയും? ഫോർമൽ പാരാമീറ്റർ എന്ന് പറയും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുക ഈ 3 അയച്ച 3യുടെ ഒറിജിനൽ വാല്യൂ തന്നെയാണ് ഇവിടെ എത്തുക എന്നുള്ളതാണ്. അങ്ങനെയല്ല, ആക്ച്വൽ പാരാമീറ്റർ അവിടെ നിന്ന് കൊണ്ട് അയക്കുമ്പോൾ അതിൻ്റെ ഒരു കോപ്പിയാണ് ഫോർമൽ പാരാമീറ്ററിൽ എത്തുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, നോട്ട് ഡൗൺ ചെയ്യണം. ആ ഒരു ഡിഫറൻസ് ഐ വിൽ എക്സ്പ്ലെയിൻ വിത്ത് എൻ എക്സാമ്പിൾ ലേറ്റർ. അപ്പോൾ എന്തുണ്ട്? ഫോർമൽ പാരാമീറ്റർ ഉണ്ട്. ഇനി അതിന് വേറൊരു പേരാണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫോർമൽ പാരാമീറ്റർ ലിസ്റ്റിൽ എന്താണ് ഉണ്ടായിരിക്കുക? ഫോർമൽ പാരാമീറ്റർ ലിസ്റ്റിൽ അവർ പറയും എന്ത് ടൈപ്പുള്ള എത്ര വേരിയബിൾസാണ് അതിൽ പാസ് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യും? സ്പെസിഫൈ ചെയ്യും. ഡാറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം, ഡാറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം, ഡാറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം. ഇപ്പം ഞാൻ പറഞ്ഞു ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയുമ്പോൾ അവിടുന്ന് ഒരു ആക്ച്വൽ വാല്യൂവിൻ്റെ ഒരു 3 എന്ന് പറഞ്ഞ നമ്പർ അയക്കുമ്പോൾ 3യുടെ ഒരു കോപ്പി ഇവിടെ എത്തും. അപ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമല്ലോ, ഡിക്ലെയർ ചെയ്യുമ്പോഴത്തെ ഡാറ്റ ടൈപ്സും ഈ ഡെഫിനിഷനത്തെ ഡാറ്റ ടൈപ്പും കോൾ ചെയ്യുമ്പോൾ പാസ് ചെയ്യുമ്പോഴത്തെ പാരാമീറ്ററും ഇതെല്ലാതും മാച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് എറേഴ്സ് വരും. പിന്നെ ഇവിടെയും സെമിക്കോളൻ ഇടേണ്ട ആവശ്യമില്ല. ഇനി നോക്കി നോക്കൂ, ഇത് ഇല്ലീഗലാണ്. ഇൻറ്റ് സം ഇൻറ്റ് എ കോമ ബി. അപ്പോൾ ബിയുടെ ടൈപ്പ് എഴുതിയിട്ടില്ല, അപ്പോൾ അത് എറർ കാണിക്കും. ഇനി പാരാമീറ്റർ ഒന്നും പാസ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ്? വോയിഡ് എന്ന് എഴുതുക. ഫങ്ഷൻ ബോഡി. സോ ഫങ്ഷൻ ഹെഡറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ്? റിട്ടേൺ ടൈപ്പ്, ഫങ്ഷൻ നെയിം ആൻഡ് പാരാമീറ്റർ ലിസ്റ്റ്. ആൻഡ് ഫങ്ഷൻ ബോഡിയിൽ എന്തൊക്കെയാണ് വരുന്നത്? ലോക്കൽ വേരിയബിൾ, ഫങ്ഷൻ, സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് റിട്ടേൺ. സോ ചിലപ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ കാരണം ഒന്നും റിട്ടേൺ ചെയ്യേണ്ടാവില്ല. അപ്പോൾ ഈ ബ്രേസ് ഇല്ലേ, ക്ലോസിങ് ബ്രേസ് റിട്ടേൺ ആയിട്ട് വർക്ക് ചെയ്തോളും. ഒരു എക്സാമ്പിൾ അവർ പറഞ്ഞിട്ടിരിക്കുന്നു. മൾട്ടിപ്ലിക്കേഷൻ ആണ്. റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? ഫ്ലോട്ട് നമ്പർ. പാസ് ചെയ്യുന്നത് ഫ്ലോട്ട്
രണ്ട് വേരിയബിൾ, രണ്ടിൻ്റെയും ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടാണ്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്തു, ഫ്ലോട്ട് എന്ന് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, റിസൾട്ട് ഡിക്ലെയർ ചെയ്തു, റിസൾട്ടിലേക്ക് സമ്മ് കണ്ടു, റിട്ടേൺ ചെയ്തു റിസൾട്ട്. ഇതിൽ ഈ പറയുന്ന ലോക്കൽ വേരിയബിളും എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റും റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. ഇതേ പ്രോഗ്രാം തന്നെ ഒന്നും കൂടി മോഡിഫൈ ചെയ്തു. എന്താ അവർ ചെയ്തത്, സമ്മ് കാണാനാണ് സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. വേരിയബിൾസ് വേണ്ട, കാരണം ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. റിട്ടേൺ എഴുതാം, എഴുതാതിരിക്കാം, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും എഴുതാം, അതും കറക്റ്റാണ്. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. ഇതിൽ നോക്കി നോക്കൂ, ലോക്കൽ വേരിയബിൾസും ഇല്ല, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റും ഇല്ല. കാരണം ജസ്റ്റ് അതൊന്ന് പ്രിൻറ്റിങ് മാത്രമാണ് ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നു ക്ലോസിങ് ബ്രേസ് എന്തായിട്ട് മാറും, വോയിഡ് റിട്ടേൺ ആയിട്ട് അതായിട്ട് വർക്ക് ചെയ്തോളും. പിന്നെ ലോക്കൽ വേരിയബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി റിട്ടേൺ വാല്യൂസ് ആൻഡ് ദെയർ ടൈപ്സ്. നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്ക് വെറുതെ റിട്ടേൺ ആയിട്ട് എഴുതാം, എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതായിട്ട് എഴുതാം. ഇവിടെ എന്ത് ചെയ്യാം, എ പ്ലസ് ബി എക്സ്പ്രഷനായിട്ടും ഒക്കെ എഴുതാം. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷനിൽ കണ്ടോ, പി ഡിക്ലെയർ ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു, റിട്ടേൺ പി ചെയ്തു. ഇതൊക്കെ ചെയ്യുന്നതിന് പകരം നേരെ റിട്ടേൺ എക്സ് ഇൻറ്റു വൈ ആയിട്ടും എഴുതാം. ഇനി രണ്ട് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വരും, കാരണം ഇഫിൻ്റെ ഉള്ളിൽ ഇത് ട്രൂ ആണെങ്കിൽ 0 റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ 1 റിട്ടേൺ ചെയ്യണം, അങ്ങനെ എഴുതാം. ഇനി ഡിഫോൾട്ടായിട്ടുള്ള റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് എന്താ, ഇൻറ്റിജറാണ്. അപ്പം നമ്മളിവിടെ ഒരു ഡെസിമൽ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്തണ നേരത്ത് ഫ്രാക്ഷൻസ് ഒന്നും കിട്ടില്ല, നമുക്ക് ആകെ കൂടിയിട്ട് ഡെസിമൽ പാർട്ട് മാത്രമേ കിട്ടുള്ളൂ. ട്രങ്കേറ്റ് ചെയ്യും വാല്യൂസിനെ. നെക്സ്റ്റ് ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഫംഗ്ഷൻ കോൾ എവിടെയാണ് വരുന്നത്, മെയിൻ്റെ ഉള്ളിലാണ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. അവിടുത്തെ ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സിന് എന്താ പറയുക, ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ 10,5 അങ്ങനെയാണ് അയക്കുന്നത്. ഇനി ഒരു വാല്യൂ റീഡ് ചെയ്യുകയാണെങ്കിൽ ആ വാരിയബിളാണ് അവിടെ എഴുതുക. അപ്പോൾ ഇതിനെയാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്, കോളിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. ഇവിടെയുള്ള പാരാമീറ്റേഴ്സിന് എന്ത് പറയും, ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ഫംഗ്ഷൻ ഡെഫിനിഷനിലെ, അതായത് കോൾഡ് ഫംഗ്ഷനിലെ പാരാമീറ്റേഴ്സിന് എന്തെന്ന് പറയും, ഫോർമൽ പാരാമീറ്റേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് കൺട്രോൾ പോകും. കോളിംഗ് ഫംഗ്ഷനിൽ നിന്നും കോൾഡ് ഫംഗ്ഷനിലേക്ക് കൺട്രോൾ പോകും. അതായത് ആക്ച്വൽ പാരാമീറ്റേഴ്സിൽ നിന്നും ഫോർമൽ പാരാമീറ്റേഴ്സിലേക്ക് ഒരു കോപ്പി ആവുന്ന പോവുക, ഒറിജിനൽ ആയിട്ടുള്ള വാല്യൂ അല്ല പോവുക. സോ അതിൻ്റെ ഉള്ളിലെ ആ വാല്യൂസിന് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒറിജിനൽ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ പ്രോഗ്രാം പിന്നെ പറയാം. ഇപ്പോൾ ആ ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. മൾട്ടിപ്ലിക്കേഷനാണ്. ഞാനിപ്പോൾ ഫംഗ്ഷനെ കോൾ ചെയ്തപ്പോൾ ഡെഫിനിഷനിലേക്ക് വന്നു, റിട്ടേൺ പി വിളിച്ചവിടത്തേക്ക് വന്നു, ആ പി വൈക്ക് കൊടുത്തു. കണ്ടോ, ഇത്രയും ബേസിൽ പലതരത്തിൽ നമുക്ക് എന്ത് എഴുതാം, ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഇതെല്ലാതും കറക്റ്റാണ്. ഇപ്പം നമ്മളൊരു വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാതെ നേരെ നമുക്ക് പി കോമ ക്യൂ എന്ന് പറയുമ്പോൾ ഇതെവിടെയാണ് വിളിച്ചോടത്തേക്ക് വാല്യൂ വരും, ആ വാല്യൂ പ്രിൻ്റ് ചെയ്യും, ഇങ്ങനെ എഴുതാൻ പറ്റും. പക്ഷേ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഇതിനെ, അതായത് ഫംഗ്ഷനെ വിളിച്ചിട്ട് അതേ ഈക്വൽ ടു 15 അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, അത് റോങ് ആണ്. ഇവിടെ പറയണ്ടായിരുന്നു ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ മാച്ച് ഫങ്ഷൻസ്. ആക്ച്വൽ പാരാമീറ്ററും ഫോർമൽ പാരാമീറ്ററും എന്താണ് ടൈപ്പ് യൂസ് ചെയ്തത്, എന്താണ് ഓർഡർ, ആ നമ്പർ, അതിലൊക്കെ എന്ത് ചെയ്യണം, മാച്ച് ഉണ്ടായിരിക്കണം. മിസ് മാച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എറേഴ്സ് വരും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ പാസ് ചെയ്യുക, ഒരു 3 വേരിയബിളിനെ പാസ് ചെയ്യുക, പക്ഷേ ഡെഫിനിഷനിൽ 2 വേരിയബിളിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ പാരാമീറ്റർ മൂന്നാമത് വന്ന ആളിനെ ഡിസ്കാർഡ് ചെയ്യും. ചിലപ്പോൾ ആക്ച്വൽ പാരാമീറ്റർ ഒരു 3 വേരിയബിൾസ് പാസ് ചെയ്യണം, പക്ഷേ ഡെഫിനിഷനിൽ നമ്മൾ വിട്ടുപോയി, 2 വേരിയബിളിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗാർബേജ് വാല്യൂ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യും. ഇനി നമ്മൾ പറയുകയാണ് ഇൻറ്റിജറാണ് പാസ് ചെയ്യേണ്ടത്, പക്ഷെ നമ്മൾ ക്യാരക്ടറിനെ പാസ് ചെയ്തു, അല്ലെങ്കിൽ ഫ്ലോട്ടിനൊക്കെ പാസ് ചെയ്തു. അതിനനുസരിച്ചിട്ട് ഗാർബേജ് വാല്യൂസും മിസ്റ്റേക്സ് ഒക്കെ വരാം, എറർ കാണിക്കാം. സോ അവിടെയൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം. ഇനി ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. പ്രോട്ടോടൈപ്പിൽ എന്തൊക്കെ ഉണ്ടാവും, ഇതാണ് അതിൻ്റെ സിൻറ്റാക്സ്, ഇത് പഠിക്കണം.
തിയറട്ടിക്കൽ വരുമ്പോൾ തിയറട്ടിക്കൽ തന്നെ എഴുതണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാം വെച്ചിട്ട് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതായിരിക്കും എളുപ്പം. തിയറി ഇങ്ങനെ പഠിക്കുന്നതിനേക്കാളും ഇറ്റ് വിൽ ബി മോർ ഈസിയർ ടു റൈറ്റ് വിത്ത് എൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അതിലത്തെ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇതാണ്. അപ്പം സിൻടാക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, സിൻടാക്സ് പഠിച്ചേ പറ്റൂ. അപ്പോൾ ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ്റെ ടൈപ്പ് എന്താണ് ഇത് റിട്ടേൺ ചെയ്യുന്നത്, അതാണ് ടൈപ്പ്. അത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ നെയിം, അതിൻ്റെ പാരാമീറ്റർ ലിസ്റ്റ്, സെമി കോളൻ. ഇതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു എക്സാമ്പിൾ എഴുതിയിരിക്കണം, ഇത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഈ ഫംഗ്ഷൻ ഒരു ഇൻറ്റീജർ റിട്ടേൺ ചെയ്യും, ഫംഗ്ഷൻ്റെ പേര് മള്ളാണ്, ഇത് 2 ഇൻറ്റീജറിനെ പാസ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അവർ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഡിക്ലെയർഡ് ടൈപ്പ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് ഡു നോട്ട് മാച്ച് വിത്ത് ദ ടൈപ്പ് വിത്ത് ഫംഗ്ഷൻ ഡെഫിനേഷൻ. ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ പറയുകയാണ് 2 ഇൻറ്റീജറിനെ പാസ് ചെയ്യണതെന്ന്. പക്ഷേ ഡെഫിനേഷനിൽ പോയിട്ട് ഫ്ലോട്ട് എഴുതുകയാണെങ്കിൽ എന്തുണ്ടാവും, കമ്പൈലർ വിൽ പ്രൊഡ്യൂസ് എൻ എറർ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഈ പോയിൻറ്റ്സ് നോട്ട് ഡൗൺ ചെയ്യുക. ഇനി ഈ പ്രോട്ടോടൈപ്പ്, അതായത് ഈ ഡിക്ലറേഷൻ നമുക്ക് 2 പ്ലേസിൽ എഴുതാം. ഒന്ന് ഗ്ലോബലി അല്ലെങ്കിൽ ഇൻസൈഡ് ദ ഫംഗ്ഷൻ. ഫംഗ്ഷൻ്റെ ഉള്ളിൽ എഴുതി കഴിഞ്ഞാൽ, മെയിൻ്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്യണമെന്ന് വെച്ചാൽ മെയിൻ്റെ ഉള്ളിൽ മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പുറത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഗ്ലോബൽ ഡിക്ലറേഷൻ എന്ന് പറയും. അത് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം, അതിനെ ഗ്ലോബൽ പ്രോട്ടോടൈപ്പ് എന്ന് പറയും. മെയിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ലോക്കൽ പ്രോട്ടോടൈപ്പ് എന്ന് പറയും. ഇനി ഈ പറയുന്ന പ്രോട്ടോടൈപ്പ് നമുക്ക് എഴുതാം, എഴുതാതിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനിഷൻ പാർട്ട് ആദ്യം പോയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാതിരിക്കാം, അവോയ്ഡ് ചെയ്യാൻ പറ്റും. നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരാമീറ്റേഴ്സിനെ ആർഗ്യുമെൻറ്റ്സ് എന്നാണ് പറയുക. അത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഡിക്ലറേഷനിൽ, കോളിൽ, ഡെഫിനിഷനിൽ. അതിലെ പ്രോട്ടോടൈപ്സിലും ഡെഫിനിഷനിലും, അതായത് നമ്മുടെ ഡിക്ലറേഷനിലും ഡെഫിനിഷനിലും ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സിനെ എന്താ പറയുക, ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നു. കോളിൽ ഉപയോഗിക്കുന്ന ആളിനെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ആക്ച്വൽ പാരാമീറ്റേഴ്സിൽ സിമ്പിൾ കോൺസ്റ്റൻ്റ് ആവാം, വേരിയബിൾസ് ആവാം, എക്സ്പ്രഷൻസ് എന്തും ആയിരിക്കാം. പക്ഷേ ആക്ച്വലും ഫോർമലും തമ്മിൽ ടൈപ്പിലും ഓർഡറിലും നമ്പറിലും മാച്ച് ഉണ്ടാവണം, ഇല്ലെങ്കിൽ എറർ വരും. The next one is categories of functions. ഫങ്ഷൻസ് മെയിനായിട്ട് 4 കാറ്റഗറിയാണുള്ളത്. അതായത് ഫങ്ഷൻസ് വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്, വിത്തൗട്ട് റിട്ടേൺ വാല്യൂ. ഓക്കെ, അതിനുശേഷം വിത്ത് ആർഗ്യുമെൻറ്റ്, വിത്ത് റിട്ടേൺ വാല്യൂ. ദെൻ വിത്ത് ആർഗ്യുമെൻറ്റ്, നോ റിട്ടേൺ വാല്യൂ, വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്, വിത്ത് റിട്ടേൺ വാല്യൂ. അങ്ങനെ 4 കാറ്റഗറീസ് ഉണ്ട്. ഈ 4 കാറ്റഗറീസിലത്തെ ഫങ്ഷൻസും നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടല്ലോ, പ്രോബ്ലം അപ്രോച്ചിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒറ്റൊരു പ്രോഗ്രാം എടുത്തിട്ട് ഈ 4 തരത്തിൽ എഴുതിയിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. അല്ലാതെ ഈ ടെക്സ്റ്റിലത്തെ പ്രോബ്ലം എടുത്തിട്ട് പഠിക്കാൻ നിങ്ങൾ നിൽക്കണ്ട, അതായിരിക്കും കുറേ കൂടി ഈസി. പക്ഷേ ഇതിലത്തെ ഒരു ഡയഗ്രാം ഉണ്ട്, ഫ്ലോ ഓഫ് കൺട്രോൾ, അത് മാത്രം നിങ്ങളൊന്ന് ആഡ് ചെയ്യണം. സോ ഫസ്റ്റ് വൺ, നോ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് നോ റിട്ടേൺ ടൈപ്സ്. നോ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് നോൺ റിട്ടേൺ ടൈപ്സ് പറയുമ്പോൾ എന്താ, ഒരു ഫംഗ്ഷൻ 1ൽ നിന്നും ഫംഗ്ഷൻ 2ലേക്ക് വിളിച്ചു, ഇത് എക്സിക്യൂട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇവിടെ തന്നെ എത്തി, തിരിച്ചിങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്തു, ഇത്രേ ഉണ്ടാവുന്നുള്ളൂ. ഇതിലെ കൺട്രോൾ ഇവിടെ നിന്നും ഇങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വന്നു. അതല്ലാതെ ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും കൊടുക്കുന്നില്ല. കണ്ട, നോ ഇൻപുട്ട് ആൻഡ് നോ ഔട്ട്പുട്ട്. നോ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഫങ്ഷൻസ്. ഈ കേസിൽ എന്തില്ല, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. നമ്മൾ പഠിച്ചൊരു എക്സാമ്പിൾ അതിനു വേണ്ടി എഴുതുക. നെക്സ്റ്റ്, ആർഗ്യുമെൻറ്റ്സ് ഉണ്ട് പക്ഷേ റിട്ടേൺ ടൈപ്പ് ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, 1 വേ കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഒരു ഫംഗ്ഷൻ 1 വിളിച്ചിട്ട് ഫംഗ്ഷൻ 2നെ വിളിക്കുമ്പോൾ കുറച്ച് ആർഗ്യുമെൻറ്റ്സിനെ പാസ് ചെയ്യുന്നുണ്ട്. കണ്ട, വാല്യൂ ഓഫ് ആർഗ്യുമെൻറ്റ്സ്. ഇത് എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ച് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, വിളിച്ച സ്ഥലത്തേക്ക് എത്തുന്നു, ബാക്കി എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ വാല്യൂ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഒരു സൈഡിലേക്ക് കൊടുക്കുന്നുണ്ട്. 1 വേ ആണ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, ആർഗ്യുമെൻറ്റ്സ് മാച്ചിങ് ബിറ്റ്വീൻ ഫംഗ്ഷൻ കോൾ ആൻഡ് കോൾഡ് ഫംഗ്ഷൻ. ഫംഗ്ഷനെ നമ്മൾ ഇവിടെ കോൾ ചെയ്തപ്പോൾ ഇവിടെ എത്ര ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, ഇതിനെയാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്.
സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാച്ചിങ് വേണം എന്നാണ് പറയുന്നത്, ഇല്ലെങ്കിൽ എറർ വരും. അപ്പോൾ ഇതിനെ ഫംഗ്ഷൻ കോൾ, ഇത് കോൾഡ് ഫംഗ്ഷൻ. ഇവിടുത്തെ പാരാമീറ്റേഴ്സ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്, ഇത് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ഇവർ തമ്മിൽ എന്തുണ്ടാവണം? മാച്ച് ഉണ്ടാവണം. അതായത് ഒരേ ടൈപ്പ് ആയിരിക്കണം, ഒരേ നമ്പർ ആയിരിക്കണം. ഞാൻ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്. അതായത് a copy of the values of actual arguments is passed to the called function. ഒരു കോപ്പിയാണ് പാസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല? ഫങ്ഷനെ ആ വേരിയബിൾസിൻ്റെ മേലെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാലേ അത് മെയിനിൽ എഫക്റ്റ് ചെയ്യില്ല. നമ്മൾ പ്രോഗ്രാം വെച്ച് പറഞ്ഞാലാണ് അത് ക്ലിയർ ആവുള്ളൂ എന്നത് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് ആർഗ്യുമെൻറ്റ്സ് വിത്ത് റിട്ടേൺ വാല്യൂസ്. ആർഗ്യുമെൻറ്റ്സും ഉണ്ട്, റിട്ടേണും ഉണ്ട്. അപ്പോൾ നമുക്ക് 2-way കമ്മ്യൂണിക്കേഷനാണ്. ഇവിടുന്ന് ആർഗ്യുമെൻറ്റ്സിന് ഇങ്ങോട്ട് വിട്ടു, എക്സിക്യൂട്ട് ചെയ്തിട്ടൊരു വാല്യൂവിനെ തിരിച്ച് ഇങ്ങോട്ട് വിട്ടു, എന്നിട്ട് അത് വെച്ചിട്ട് ബാക്കി എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ രണ്ട് സൈഡിലും എന്തുണ്ട്? ഡാറ്റ പാസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി എന്താണ്? വാല്യൂസ്, ഫ്ലോട്ട് വാല്യൂസിനെ റിട്ടേൺ ചെയ്യാം. എന്ത് എഴുതിയാൽ മതി? റിട്ടേൺ ടൈപ്പ് ഫ്ലോട്ട് എഴുതിയാൽ മതി. ദ ലാസ്റ്റ് വൺ, നോ ആർഗ്യുമെൻറ്റ്സ് ബട്ട് റിട്ടേൺസ് എ വാല്യൂ. ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നില്ല, പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്? വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഗെറ്റ് എ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തു, കണ്ടോ? റിട്ടേൺ ചെയ്യുന്നുണ്ട്, പക്ഷെ പാസ് ചെയ്യുന്നില്ല. മെയിൻ്റെ ഉള്ളിലെ m=get നമ്പർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഇവിടെ എത്തി, ഇവിടെ എന്ത് ചെയ്തു? റീഡ് ചെയ്തു, ഈ നമ്പറിനെ റിട്ടേൺ ചെയ്തു. ആ വാല്യൂ ആണ് എവിടെ എത്തുന്നത്? എത്തുന്നത്. ആ വാല്യൂ പ്രിൻറ്റ് ചെയ്തു. സോ ഇത്രത്തോടുകൂടി 4 categories കഴിഞ്ഞു. ദ റെസ്റ്റ് പാർട്ട് വി ക്യാൻ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.